പ്രഗ്നൻസി ടിപ്സ്. നിങ്ങൾക്കറിയോ, രാത്രി കാലങ്ങളിൽ അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന്. രാത്രി കാലങ്ങളിൽ കുഞ്ഞിന് പാൽ കൊടുക്കുന്നതിലൂടെ അമ്മയിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുകയും അതുപോലെ കുഞ്ഞിനുള്ള പാല്, അതായത് അമ്മയിലുള്ള മുലപ്പാൽ വർദ്ധിക്കാനും കാരണമാവുന്നുണ്ട്. അതുപോലെ പ്രസവം കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഡെലിവറി കഴിഞ്ഞ് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് പാൽ കൊടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഗർഭപാത്രം പെട്ടെന്ന് തന്നെ ചുരുങ്ങാൻ അത് കാരണമാവുന്നുണ്ട്. അതുപോലെ ഇത് കുഞ്ഞിൻ്റെ ബ്ലഡ് ഷുഗർ കുറയാതിരിക്കാനും കാരണമാവുന്നുണ്ട്. അതുപോലെ കുഞ്ഞിന് നമ്മൾ 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുകയും 2 വയസ്സ് വരെ തുടർച്ചയായിട്ട് മുലപ്പാൽ കൊടുക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് 6 മുതൽ 8 വരെ IQ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവർക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ബുദ്ധിശക്തി കൂടുതലായിരിക്കും. ഇതുപോലുള്ള കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിന് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കുഞ്ഞിന് എങ്ങനെ മുലപ്പാൽ കൊടുക്കണം, എത്ര തവണ കൊടുക്കണം, കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവാം, അതിനുള്ള സയൻസ് എന്തൊക്കെയാണ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, അമ്മയ്ക്ക് വേറെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല, കുഞ്ഞിന് ആവശ്യത്തിന് പാലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും അമ്മ 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 2 വർഷം വരെ തുടർച്ചയായി മുലപ്പാൽ കൊടുക്കുകയും വേണം. അടുത്തതായിട്ട് എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനിരിക്കുമ്പോൾ ആദ്യം തന്നെ അമ്മ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമ്മ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് വേണം ഇരിക്കാൻ. അതോടൊപ്പം തന്നെ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ കംഫർട്ടബിൾ പൊസിഷനിൽ വേണം കിടത്താൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ഒരു കസേരയിൽ ചാരിയിരുന്നോ അല്ലെങ്കിൽ ഒരു പില്ലോ വെച്ചിട്ട് ബെഡിൽ ചാരിയിരുന്നൊക്കെ പാൽ കൊടുക്കാവുന്നതാണ്. ഇരിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ചാഞ്ഞു കൊടുക്കാണ്ട് ബാക്കിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബാക്കിലേക്ക് ചാഞ്ഞിരുന്നിട്ട് അമ്മ പാൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായിരിക്കും നടുവേദനയൊക്കെ കുറക്കാൻ വേണ്ടി ബെറ്റർ ഓപ്ഷൻ. കുഞ്ഞിൻ്റെ മടിയിൽ കിടത്തുമ്പോൾ അമ്മയുടെ കൈപ്പത്തി കുഞ്ഞിൻ്റെ ബട്ടച്ചിൽ വരുന്ന രീതിയിൽ വേണം കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വയറും അമ്മയുടെ വയറിനോട് ചേരിഞ്ഞിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതായത് സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അമ്മയുടെ വയറും കുഞ്ഞിൻ്റെ വയറും തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്. അതായത് ചെരിച്ചിട്ട് വേണം കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്. കുഞ്ഞിനെ നേരെ കിടത്തിയിട്ട് കുഞ്ഞിൻ്റെ ഫേസ് മാത്രം ബ്രസ്റ്റിനോട് ചേരുന്ന രീതിയിൽ കിടത്തരുത്. പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിന് നിപ്പിൾ മാത്രമായിട്ട് ഒരിക്കലും കൊടുക്കരുത്. അതുപോലെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനും കൂടെ കുഞ്ഞിൻ്റെ വായയുടെ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം കുഞ്ഞിന് പാൽ കൊടുക്കാൻ. ആ ഏരിയോള പോർഷനും കൂടെ വായിൽ വെച്ച് സക്ക് ചെയ്യുമ്പോൾ മാത്രമേ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുമെന്നുള്ളൂ. കുഞ്ഞിൻ്റെ അതായത് കുഞ്ഞിൻ്റെ താടി ഭാഗം അമ്മയുടെ മാറിൽ തട്ടുന്ന രീതിയിൽ വേണം കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടുള്ളവരൊക്കെ പറയും ഒരു ബ്രസ്റ്റ് കൊടുക്കുക പിന്നെ അടുത്ത ബ്രസ്റ്റ് കൊടുക്കുക, അതിന് മാറി മാറി വേണം കുഞ്ഞിന് പാൽ കൊടുക്കാൻ എന്നുള്ളത്. പക്ഷേ ഇതൊരിക്കലും ശാസ്ത്രീയമായ ഒരു നല്ല രീതിയല്ല. നമ്മൾ ഏത് ബ്രസ്റ്റ് ആണോ കൊടുക്കുന്നത് ആ ബ്രസ്റ്റിന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15-20 മിനിറ്റ് കുഞ്ഞിന് പാൽ കൊടുക്കണം. കാരണം അവസാന ഘട്ടത്തിലാണ് കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടില്ല പിൻപാൽ എന്നറിയപ്പെടുന്ന പാല് കുഞ്ഞിന് ലഭിക്കുന്നത്. ഇതുവഴി കുഞ്ഞിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ പ്രോട്ടീൻസ് ഒക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ പാൽ കുഞ്ഞിന് ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പാല് കുഞ്ഞിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടം വരെ കുഞ്ഞിന് ആ ബ്രസ്റ്റിൽ നിന്ന് തന്നെ പാല് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നമ്മളൊരു 15-20 മിനിറ്റ് വരെ ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ കുഞ്ഞിന് പാൽ കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത ബ്രസ്റ്റ് ചൂസ് ചെയ്യുക. അതും കുഞ്ഞിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കുഞ്ഞിന് വിശപ്പ് തീരെ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബ്രസ്റ്റ് ഒന്നും കൊടുക്കുക. ഇനി പറയാനുള്ളത്, കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതിന് കാണിക്കുന്ന സയൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. കുഞ്ഞിന് നല്ല വിശപ്പുണ്ട്, കുഞ്ഞിന് പാൽ മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കണ്ടിന്യൂസ് ആയിട്ട് പാൽ വലിച്ചുകൊണ്ടിരിക്കും, ബ്രസ്റ്റിൽ നിന്നും പാൽ കുടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാൽ കിട്ടിയിട്ടുണ്ട്, കുഞ്ഞിന് വിശപ്പ് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് തന്നെ വായ ബ്രസ്റ്റിൽ നിന്നും എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ കുഞ്ഞ് പാൽ കുടിക്കുന്നതിൻ്റെ സ്പീഡ് ഒന്ന് കുറഞ്ഞ് കുഞ്ഞ് പതുക്കെ വലിച്ചു കുടിക്കാൻ വേണ്ടി ശ്രമിക്കും. മറ്റേത് ആദ്യമാണെങ്കിൽ കുഞ്ഞ് ഭയങ്കര സ്പീഡിലായിരിക്കും പാൽ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സമയത്ത് കുഞ്ഞിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കുഞ്ഞിന് വിശപ്പ് കുറവുള്ളതുകൊണ്ട് തന്നെ പതുക്കെ കുഞ്ഞ് സക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. പിന്നെ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാൽ കിട്ടിയെന്നുള്ളതിൻ്റെ സൂചന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാൽ കുടിച്ചതിന് ശേഷം കുഞ്ഞ് 2 മുതൽ 3 മണിക്കൂർ വരെ സുഖമായിട്ട് ഉറങ്ങുന്നതാണ്. അതുപോലെ ആവശ്യത്തിന് പാൽ കുടിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ദിവസം 5 മുതൽ 6 തവണ ഒരു ദിവസം തന്നെ മൂത്രം ഒഴിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം 2 തവണയെങ്കിലും വയറ്റിന്ന് പോകാറുമുണ്ട്. എന്നാൽ എല്ലാ കുട്ടികൾക്കും ഒരു ദിവസം 2 തവണ ഒന്നും വയറ്റിന്ന് പോയിക്കൊള്ളണമെന്നില്ല. ചില കുട്ടികൾ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെയാണ് വയറ്റിന്ന് പോകാറുള്ളത്. ഇതും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില കുട്ടികൾക്ക് ഇങ്ങനെയും വരാറുണ്ട്. അതുപോലെ തന്നെ ജനന സമയത്തുള്ള തൂക്കം കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ തിരിച്ചു കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ, കുഞ്ഞ് ജനിച്ചതിന് ശേഷം 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തൂക്കം നന്നായിട്ട് കുറയും. പിന്നീട് ആ തൂക്കം വീണ്ടെടുക്കാൻ വേണ്ടി കഴിയും കുഞ്ഞിന്. ഇങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം കുഞ്ഞ് ആവശ്യത്തിനുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നുള്ളതിൻ്റെ സൂചനകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി നമുക്ക് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ അമ്മയിലും ഉണ്ടാകുന്ന പാലിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അതായത് തൻ്റെ കുഞ്ഞിനുള്ള പാല് മാത്രമേ ഓരോ അമ്മയിലും ഉണ്ടാവുന്നുള്ളൂ. കുഞ്ഞിന് അത്യാവശ്യമായിട്ടുള്ള പാലുകളാണ് ഓരോ സമയത്തും അമ്മയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അമ്മക്ക് മാത്രമേ കുഞ്ഞിന് എത്രത്തോളം പാൽ ആവശ്യമുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞ് വലിച്ചു കുടിക്കുന്നതിന് അനുസരിച്ചായിരിക്കും അമ്മയുടെ ബ്രസ്റ്റിൽ പാല് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് ആ അമ്മയിൽ ഉൽപ്പാദിപ്പിക്കുക തന്നെ ചെയ്യും.
അതിന് കൂടുതൽ നമ്മൾ വേറെയുള്ള ഫുഡൊക്കെ കൊടുത്ത് ആദ്യം തന്നെ കുഞ്ഞിനെ ശീലിപ്പിക്കാതിരിക്കുക. ഇങ്ങനെ 3 മാസം ആവുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ 3 മാസം ആയ ഉടനെ തന്നെ നമ്മൾ മറ്റുള്ള ഫീഡൊക്കെ കുഞ്ഞിന് കൊടുക്കുന്നതോറും അമ്മയിലുള്ള പാല് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കുഞ്ഞ് വലിച്ചു കുടിക്കുന്നത് കുറയുന്നതിലൂടെ അമ്മയുടെ പാലുൽപാദനം കുറയും. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന് 6 മാസം അമ്മയുടെ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നത്. മുലപ്പാലിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് വാട്ടർ കണ്ടൻറ്റ്, അതുപോലെ അന്നജം, പ്രോട്ടീൻ, ഫാറ്റ്, ഇതെല്ലാം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം തന്നെ ഈ മുലപ്പാലിൽ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള വെളുത്ത രക്താണുക്കൾ, അതുപോലെ ആൻറ്റിബോഡീസ്, മറ്റു പദാർത്ഥങ്ങളൊക്കെ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കുഞ്ഞിന് ശ്വാസകോശമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, വയറിളക്കം പോലുള്ള അസുഖങ്ങൾ, മഞ്ഞപ്പിത്തം പോലുള്ള അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഫീഡ് അല്ലെങ്കിൽ ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്ന കുഞ്ഞിനേക്കാൾ എന്തുകൊണ്ടും രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതൽ തന്നെ ആയിരിക്കും. നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന ആദ്യ വാക്സിൻ ഏതാണെന്നറിയോ? കൊളസ്ട്രം എന്ന് വെച്ചാൽ പ്രസവിച്ച ഉടനെ അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ആദ്യത്തെ പാലിനെയാണ് നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഈ പാലിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റിബോഡീസ് അടക്കം ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പാലിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പാല് കുഞ്ഞ് കുടിക്കുന്നതിലൂടെ കുഞ്ഞിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, അമ്മക്ക് പനിയുണ്ട് അല്ലെങ്കിൽ ജലദോഷമുണ്ട്, വേറെ എന്തെങ്കിലും പടരുന്ന അസുഖങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലൂടെ കുഞ്ഞിനും ആ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്. എങ്കിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അമ്മയ്ക്കുള്ള ഒരു അസുഖം, അതായത് പകരുന്ന ഒരു അസുഖം ഒരിക്കലും മുലപ്പാലിലൂടെ കുഞ്ഞിന് പകരുന്നില്ല എന്ന് മാത്രമല്ല, കുഞ്ഞിന് മുലപ്പാൽ കുടിക്കുന്നത് വഴി ഈ അസുഖത്തിനുള്ള ആൻറ്റിബോഡീസ് കിട്ടുകയും അതുവഴി കുഞ്ഞിന് കൂടുതൽ രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മക്ക് പനി പോലുള്ള ഈവൻ കോവിഡ് ആണെങ്കിൽ പോലും നമ്മൾ കുഞ്ഞിന് മുലയൂട്ടണം എന്നാണ് പറയുക. കാരണം ഈ മുലയൂട്ടുന്നതിലൂടെ കുഞ്ഞിന് അത് പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടും. എന്നാൽ ഇങ്ങനെ അസുഖം വന്നിട്ടുള്ള ഒരമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാലിലൂടെ ഇത് പകരുന്നില്ലെങ്കിൽ കൂടെ അമ്മയുടെ ശ്വാസം വഴിയൊക്കെ കുഞ്ഞിന് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നിരുന്നാലും ഈ പാല് കിട്ടുന്നതിലൂടെ കുഞ്ഞിന് അതിൻ്റെ പ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിലൂടെ കുഞ്ഞിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മുലയൂട്ടുന്നതിലൂടെ അമ്മമാർക്ക് പ്രസവാനന്തരമുള്ള ബ്ലീഡിംഗ് ഒക്കെ കുറയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ പ്രസവശേഷം അമ്മയുടെ ഗർഭപാത്രം പെട്ടെന്ന് ചുരുങ്ങി പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതുപോലെ മുലയൂട്ടുന്നതിലൂടെ അമ്മക്ക് അടുത്ത ഗർഭധാരണത്തിലുള്ള സാധ്യത കുറയുന്നുണ്ട്. അതുപോലെ അമ്മക്ക് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരാനുള്ള ചാൻസ് കുറയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസവശേഷം ഒരുപാട് ഓവർ വെയിറ്റ് ആവുന്ന അമ്മമാരുണ്ട് അല്ലേ, ഇത് കുറയാൻ വേണ്ടിയിട്ടും, അതായത് വെയിറ്റ് ഗെയിൻ കുറയാൻ വേണ്ടിയിട്ടും ഈ മുലപ്പാൽ കുഞ്ഞിന് കൊടുക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. മുലപ്പാൽ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണെങ്കിൽ കൂടെ കൂടുതലായിട്ട് മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ ഒരുപാട് ദോഷങ്ങളും ഉണ്ട്. അതായത് കുഞ്ഞിനെ ഓവർ ഫീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം കുഞ്ഞിന് പാല് കൊടുക്കുക. അതുപോലെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കാതിരിക്കുക. അതായത് 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ കൊടുക്കേണ്ട പാല് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് തവണ കൊടുക്കുക. അങ്ങനെ കൊടുക്കരുത്. കുഞ്ഞ് നല്ല വിശക്കുന്നുണ്ട്, കുഞ്ഞിന് തീരെ അത്യാവശ്യം പാല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ അമ്മയിലുള്ള മുലപ്പാൽ ലഭ്യത കുറയാൻ വേണ്ടിയിട്ടും അത് കാരണമായേക്കാം. അതിനാൽ 2 മുതൽ 3 മണിക്കൂർ ഇടവേളകളിലോ അല്ലെങ്കിൽ കുട്ടിയുടെ ആവശ്യാനുസരണം മാത്രം പാല് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഓരോ അമ്മയാവാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ 2 ദിവസം എല്ലാ അമ്മമാർക്കും പൊതുവെ പാല് കുറവായിരിക്കും. അതായത് ബ്രസ്റ്റ് പാൽ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ ആദ്യത്തെ 2 ദിവസം. ആ ടൈമിൽ പാല് കുറവായതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. പാല് താനേ 2 ദിവസം കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കും. പിന്നീട് അടുത്ത 2 ആഴ്ചകളിലൊക്കെ ബ്രസ്റ്റ് ചെറുതായിട്ട് പാൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ 2 ആഴ്ചയ്ക്ക് ശേഷം നന്നായി ബ്രസ്റ്റ് പാൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അമ്മമാർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് അവരുടെ പാലുൽപാദനത്തിന് സാരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. ഇതിനെല്ലാം അപ്പുറം അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലൂടെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു വലിയ ബോണ്ടിങ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത്രയൊക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അമ്മയിലും കുഞ്ഞിലും മുലപ്പാൽ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ പാല് കിട്ടുന്നതിൽ കുഞ്ഞിനുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ്, അമ്മയിലുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ്, കുഞ്ഞിന് ആവശ്യത്തിന് പാല് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അമ്മയിൽ പാല് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് പാല് കുറഞ്ഞു വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ, അതായത് അമ്മമാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ബ്രസ്റ്റ് ഫീഡിങ് വഴി ഉണ്ടാവുന്നത്, മറ്റുള്ളവർ എങ്ങനെ ഒരു മദറിനെ സപ്പോർട്ട് ചെയ്യണം ഈ കാര്യത്തിൽ എന്നുള്ളതൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.